പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇഗ്നോർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജ്യത്ത് എടുക്കുന്നുണ്ടോ? സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുന്നു. സച്ചിൻ എന്നോട് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസായിട്ടില്ല. അപ്പൊ അന്ന് ഇതുപോലെ മറ്റൊരു തമിഴ് കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനനായി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്തുഭയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേഞ്ചായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്തുഭ എന്ന് പറയുന്ന ഒരു ബിസിനസിനെ കുറിച്ച് അറിവില്ലാത്തത് ഇതിനൊരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തരത്തിലൊരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് അക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിന്റെ നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല, ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതുകൊണ്ട് സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഇറങ്ങിയപ്പോൾ അതൊരു പുസ്തകമായിരുന്നു, സിനിമയായിരുന്നു. വീട്ടിലൊരു പുസ്തകം സിനിമയാവുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു ട്രാവലായിരുന്നു. ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. എല്ലാ കൂട്ടുകാരും ഒരു ആക്സിഡന്റ് ഉണ്ടാവും, കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കൊപ്പം ട്രാവൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2020 ആണ് ഈ സിനിമയെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായത്തിൽ ഒരു വലിയ കാലയളവിൽ നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്ക് നൈജീരിയയിലേക്ക് പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി. അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ